പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ, അധികമായി എന്നിൽ നിറയണമേ. ഈശോ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതായി കണ്ടത് ആരെയെന്നാണ് വിശുദ്ധ ലൂക്കാ 21:1 പറയുന്നത്. ഉത്തരം: ധനികർ. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പ് തൊട്ടുകളാണ് നേർച്ച ഇട്ടതായി ഈശോ കണ്ടത്? ഉത്തരം: 2. മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരാണ് കൂടുതൽ നിക്ഷേപിച്ചതായി ഈശോ പറയുന്നത്? ഉത്തരം: ദരിദ്ര വിധവ. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. ഉത്തരം: ഉപജീവനത്തിനുള്ള വക മുഴുവനും. അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ദേവാലയത്തെപ്പറ്റി പറഞ്ഞത് ആരാണ്? ഉത്തരം: ചില ആളുകൾ. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. എന്തിനെപ്പറ്റിയാണ് ഈശോയുടെ ഈ വാക്കുകൾ? ഉത്തരം: ദേവാലയത്തെപ്പറ്റി. ആരുടെ പിന്നാലെ പോകരുത് എന്നാണ് വിശുദ്ധ ലൂക്കാ 21:8 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഞാനാണ് എന്നും സമയം അടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവരുടെ. എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ഈശോ പറയുന്നത്? ഉത്തരം: യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച്. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. മുൻപ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് വിശുദ്ധ ലൂക്കാ 21:13 പറയുന്നത്? ഉത്തരം: പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി ആരുടെയൊക്കെ മുൻപിൽ നിങ്ങളെ കൊണ്ടുചെല്ലും എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്? ഉത്തരം: രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് എന്ത് നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം: സാക്ഷ്യം. എന്തുകൊണ്ടാണ് എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് ഈശോ പറഞ്ഞത്? ഉത്തരം: എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ആരൊക്കെ നിങ്ങളെ ഒറ്റിക്കൊടുക്കും എന്നാണ് വിശുദ്ധ ലൂക്കാ 21:16 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ. നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം: വിശുദ്ധ ലൂക്കാ 21:18-19. ലൂക്കാ 21:17 അനുസരിച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദ്വേഷിക്കും. എപ്പോഴാണ് ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത്? ഉത്തരം: ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ. ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നത് കാണുമ്പോൾ യൂദയായിൽ ഉള്ളവരോട് എന്തു ചെയ്യണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? ഉത്തരം: പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നത് കാണുമ്പോൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവരോട് എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പട്ടണങ്ങളിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഏതു ദിവസങ്ങളിൽ? ഉത്തരം: പ്രതികാരത്തിൻ്റെ ദിനങ്ങളിൽ.
പ്രതികാരത്തിന് ദിനങ്ങളിൽ എവിടെയാണ് ഞെരുക്കവും ജനത്തിന്മേൽ ക്രോധവും നിപതിക്കുന്നത്? ഉത്തരം: പൂമുഖത്ത്. അവർ വാളിന്റെ വായ്ത്തല ഏറ്റുവീഴുകയും എല്ലാ ജനതകളിലേക്കും എങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്? ഉത്തരം: തടവുകാരായി. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ അവർ ഡാഷ് ചവിട്ടി മെതിക്കും? ഉത്തരം: ജെറുസലേമിനെ. മനുഷ്യപുത്രന്റെ ആഗമന അടയാളങ്ങൾ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടും എന്നാണ് വിശുദ്ധ ലൂക്കാ 21:25 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ആരിലാണ് സംഭ്രമം ഉളവാക്കുന്നത്? ഉത്തരം: ജനപദങ്ങളിൽ. സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്തുള്ള ഭയവും ആകുലതയും ആരെയാണ് അസ്തപ്രജ്ഞരാക്കുന്നത്? ഉത്തരം: ഭൂവാസികളെ. മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ എവിടെ വരുന്നത് അവർ കാണും എന്നാണ് ലൂക്കാ 21:27 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മേഘങ്ങളിൽ. മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ശിരസ്സുയർത്തി നിൽക്കുവിൻ. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ഡാഷ് സമീപിച്ചിരിക്കുന്നു. ഉത്തരം: വിമോചനം. വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് അറിയുന്നത് എപ്പോൾ എന്നാണെന്നാണ് ഉപമയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? ഉത്തരം: അത്തിമരങ്ങളും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ. ലൂക്കാ 21:31 ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം: ലൂക്കാ 21:33. മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. മനസ്സ് ദുർബലമാകുന്നതിന് ഇടയാക്കുന്നത് എന്തൊക്കെ? ഉത്തരം: സുഖലോലുപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത. മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. കെണി പോലെ എവിടെ നിപതിക്കുമെന്നാണ് വിശുദ്ധ ലൂക്കാ വ്യക്തമാക്കുന്നത്? ഉത്തരം: ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാവരിലും. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എങ്ങനെ ജാഗരൂകനായിരിക്കണം? ഉത്തരം: സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. ഈശോ രാത്രിയിൽ പട്ടണത്തിന് പുറത്ത് എവിടെയാണ് വിശ്രമിച്ചിരുന്നത്? ഉത്തരം: ഒലിവുമലയിൽ. ഈശോയുടെ വാക്കുകൾ കേൾക്കുവാൻ ജനം മുഴുവൻ അതിരാവിലെ എവിടേക്കാണ് എത്തിയിരുന്നത്? ഉത്തരം: ദേവാലയത്തിൽ.